ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഫെബ്രുവരി 14 മുതൽ മെയ് 17 വരെയാണ് ഇത്തവണത്തെ ISL നടക്കുക. 14 ടീമുകളും പങ്കെടുക്കുന്നുണ്ട്. സിംഗിൾ ലെഗ് ഫോർമാറ്റാണ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീമിന് ഇത്തവണത്തെ ISL കിരീടം നേടാൻ സാധിക്കും. ISLന്റെ ഫിക്സ്ചർ അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് ഇനിയും നീണ്ടുപോവാനുള്ള ഒരു സാധ്യത ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് പ്രമുഖ മാധ്യമമായ റവ് സ്പോർട്സ് ഗ്ലോബലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പുതിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ ISLൽ ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഗവേണൻസ് സ്ട്രക്ചർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവതരിപ്പിച്ചത്. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ക്ലബ്ബുകൾക്ക് എതിർപ്പുണ്ട്. കാരണം എല്ലാ അധികാരങ്ങളും അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ക്ലബ്ബുകൾ ആരോപിക്കുന്നത്. ക്ലബ്ബുകൾക്ക് യാതൊരുവിധ പവറുകളോ അതല്ലെങ്കിൽ അർഹമായ സ്ഥാനമോ ഈ അധികാര കേന്ദ്രങ്ങളിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിട്ടില്ല. ഇതിനെതിരെ ക്ലബ്ബുകൾ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഒരു ISL ക്ലബിന്റെ ഒഫീഷ്യൽ പറഞ്ഞതുകൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഡിസിഷൻ മേക്കിങ്ങിൽ ക്ലബ്ബുകൾക്ക് യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല. എല്ലാ അധികാരങ്ങളും ഫെഡറേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, തീരുമാനങ്ങളെ അസാധുവാക്കാനുള്ള വീറ്റോ പവർ അത് ഫെഡറേഷന് മാത്രമാണ് ഉള്ളത്. അതായത് മുഴുവൻ കൺട്രോളും അവർക്ക് മാത്രമാണ്. ക്ലബിന്റെ ഓട്ടോണമി പ്രിൻസിപ്പളിനെ ഇത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ISL ക്ലബിന്റെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മുഴുവൻ അധികാരങ്ങളും അത് ഫെഡറേഷൻ കൈയടക്കി വെച്ചിരിക്കുന്നു. ഒരു ഏകാധിപത്യ രൂപത്തിലുള്ള ഒരു അധികാരമാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകൾക്ക് യാതൊരുവിധ സ്ഥാനങ്ങളും ഈ ഒരു ഗവേണൻസിൽ ഫെഡറേഷൻ നൽകിയിട്ടില്ല. അതിനെതിരെ ക്ലബ്ബുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നു. അതിനൊരു പരിഹാരം ഫെഡറേഷൻ കണ്ടെത്തിയാൽ മാത്രമേ ഫിക്സ്ചർ പുറത്ത് വിടുകയുള്ളൂ എന്നൊക്കെയാണ് ഈ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഫിക്സ്ചർ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.